പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേവലം 9 വയസ്സിൽ അദ്ദേഹം കാണിച്ച കറാമത്തെന്ത്? ഞാൻ അവിടുത്തെ വലിയ വലിയ ഹസ്രത്തുമാരോട് ചോദിച്ചപ്പോ അവർ പറയാണ്, ഹസ്രത്ത് 9 വർഷത്തിന്റെ ഉള്ളിൽ കാണിച്ച കറാമത്തോ അത് പറയാൻ നേരം ഉണ്ടാവില്ല. പക്ഷേ ഒരു കറാമത്ത് ഞങ്ങൾ പറയട്ടെ. എന്താണ് കറാമത്ത്? ഒരു ദിവസം ഇദ്ദേഹം ഈ 9 വയസ്സുള്ള മഹാൻ ಮುರುಡೇಶ್ವರത്ത് വരപ്പെട്ട് കിടക്കുന്ന മഹാൻ ಆ ಮಹಾನ್ അവിടെ ಮುರುಡೇಶ್ವರದಲ್ಲಿ ನಮ್ಮ ಹಿಂದೂ ಧರ್ಮದ ಬಂದವರು ಕೂಡ ಅಲ್ಲಿಗೆ ಹೋಗ್ತಾರೆ. ಕಾರಣ ಅಲ್ಲಿ ಶಿವನ ಒಂದು ಪ್ರತಿಮೆ ಇದೆ, ಅದಕ್ಕೆ ಪೂಜೆ ಮಾಡುವುದಕ್ಕಾಗಿ ಅವರು ಹೋಗ್ತಾರೆ. ಇದು ಸೌಹಾರ್ದತೆಯ ಒಂದು ಕೇಂದ್ರ. ಒಂದು ಭಾಗದಲ್ಲಿ ಹಿಂದೂ ಧರ್ಮೀಯರಿಗೆ ಆಧ್ಯಾತ್ಮಿಕ ಕೇಂದ್ರವಾಗಿರುವಾಗ ಇನ್ನೊಂದು ಭಾಗದಲ್ಲಿ ಮುಸಲ್ಮಾನರ ಆಧ್ಯಾತ್ಮಿಕ ನಾಯಕರುಗಳು ಚಿರಶಾಂತಿ ಹೊಂದುತ್ತಿರುವಂತಹ ಭವ್ಯವಾದ ಒಂದು ಪ್ರದೇಶವಾಗಿದೆ ಅದು. നമ്മുടെ വേദിയിൽ ഒരാൾ ഉള്ളത് കണ്ടപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു വന്നത് അയാൾക്ക് നമ്മളെ ഭാഷ അറിയും, നമുക്കറിയാം. എന്നാലും അവരെ പരിഗണിക്കൽ നമ്മുടെ ഒന്നല്ലേ. അതാണ് സൗഹാർദ്ദത്തെ കോമു സാമരസ്യ എന്ന് എഴുതലേ അതാകില്ലേ. ഞാൻ പറഞ്ഞു വന്നത് എന്താണ് കറാമത്ത് അറിയോ? ഈ 9 വയസ്സുള്ള കുട്ടി, ചെറിയ കുട്ടി, ഈ കുട്ടി കറാമത്ത് കാണിച്ച എന്താ? ഹസ്രത്ത് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. പണ്ട് ചട്ടി ഇടുന്ന കാലല്ലേ, ചെറിയ കുട്ടി എന്ന സമയത്ത് അന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് സൈന്യം നടന്നുപോയി. സൈന്യം പോകുമ്പോ കുതിരൊക്കെ ഉണ്ട്. കുതിരന്റെ മുകളിൽ മനുഷ്യന്മാർ ഇരുന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നാട്ടുകാര് ഈ കുട്ടിയോട് പറഞ്ഞു, നീ എന്തില്ല അത് നോക്കൂ, അങ്ങ് നോക്കൂ, ഒരു കുതിര മേൽ പോണ്ട്, നീ ഔത്തര തെനയിലെ തെച്ചിര. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഈ കുട്ടി വയസ്സ് 9ന്റെ ഉള്ളിലുള്ളൂ. എനിക്കിപ്പോ വയസ്സ് 28ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വയസ്സുണ്ട്. ഈ കുഞ്ഞിക്ക് വയസ്സ് 9ന്റെ ഉള്ളിലുള്ളൂ. പക്ഷേ ഈ കുഞ്ഞു ഒറ്റ വാക്ക്, ദീവാർ സേ ബോലാ, ദീവാർ തൂ ഘോടാ ബൻ ജാവോ. ആ ചുമര്, വീട്ടിന്റെ ചുമരില്ലേ, വീട്ടിന്റെ മതിലില്ലേ, ആ മതിലിനോട് ഒരൊറ്റ വാക്കങ്ങ് പറഞ്ഞുപോയി. ദീവാർ സേ ബോലാ. 9 വയസ്സിന്റെ ഉള്ളിലുള്ള ഈ കുഞ്ഞ് പറയുകയാണ് ചുമരിനോട്, ഭിത്തിയോട്, മതിലിനോട് പറഞ്ഞു, ഏ ദീവാർ തൂ ഘോടാ ബൻ ജാവോ.